കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വൈറലായ ഒരു വീഡിയോ എന്നുള്ളത് ഹാലൻഡിന്റെ ഫസ്റ്റ് ഗോളിന്റെ ഒരു മൊബൈലിൽ പകർത്തിയത് അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു. ബ്രസീലിനെതിരെയുള്ള ഗോള്. ആ ഗോളിന്റെ തൊട്ട് മുമ്പ് വരെ പുള്ളി വളരെ അലസനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അത് നമ്മളൊരു സിംഹം പിന്നെ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു രീതിയായിരുന്നു. അത് ഹാലൻഡ് വളരെ ശാന്തതയാണ് അല്ലേ? ഭയങ്കര ശാന്തമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത് കളിയിലെ പക്ഷെ അദ്ദേഹം കളി നിരീക്ഷിക്കുന്നുണ്ട്, വിങ്ങിലൂടെ പന്ത് കയറുന്നത് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇതൊരു പ്രാക്ടീസ് മാച്ചാണോ എന്ന രീതിയിലാണ് അദ്ദേഹം നടക്കുന്നത്. പക്ഷെ കറക്റ്റ് സമയത്ത് അദ്ദേഹത്തിന്റെ പേസ് ആക്സിലറേറ്റ് ചെയ്യുന്നു, ഓടുന്നു, ആ ഹെഡർ ആ തല കൃത്യമായിട്ടും ആ ക്രോസിന് വേണ്ടി വെക്കുന്നു, ഗോൾ അടിക്കുന്നു. അപ്പം അതിൽ ചെറിയ ഒന്ന് ഇടപെടാണ്. അത് എനർജി വെറുതെ വേസ്റ്റ് ആക്കാതിരിക്കുന്ന പരിപാടിയാണ്. ലയണൽ മെസ്സിയുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. ഇപ്പോൾ മെസ്സിയുടെ മാച്ച് കഴിഞ്ഞ വേൾഡ് കപ്പിൽ കുറച്ച് മത്സരങ്ങൾ നേരിട്ട് കാണാൻ കഴിഞ്ഞുകൊണ്ട് പറയാണ്, നമ്മൾ ഇപ്പോൾ ക്യാമറയിൽ എപ്പോഴും മെസ്സിനെ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മളല്ലാത്ത സമയത്ത് നോക്കുമ്പോൾ മെസ്സിയുടെ തൊട്ട് അടുത്ത് വരെ ബോൾ ഉണ്ടെങ്കിലും അദ്ദേഹം വളരെ അലസനായിട്ട് നിൽക്കും. അപ്പോൾ ഡിഫൻഡേഴ്സ് കരുതും ഇത് കുഴപ്പമൊന്നുണ്ടായിരുന്നു, ഞൊടിയിടയിൽ അങ്ങോട്ടും. അതിനകത്ത് ഏറ്റവും ഗംഭീരമായ ഉദാഹരണങ്ങൾ വന്നത് ഞാൻ നേരിട്ട് കണ്ട മത്സരം കൂടിയായിരുന്നു. ക്രൊയേഷ്യ വേഴ്സസ് അർജന്റീന മാച്ചിനകത്ത് മെസ്സി വളരെ കൂളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് മെസ്സിയിലേക്ക് ബോൾ വന്നു. മെസ്സി ഒന്ന് വെട്ടിത്തിരിഞ്ഞു വിടുമ്പോൾ അത് ജോസ് ഗാർഡിയോളാണെന്ന് തോന്നുന്നു. ഗോഡിയോളിനൊക്കെ ഓടി തോൽപ്പിക്കുക. ഗോഡിയോളിന് എനിക്ക് തോന്നുന്നു മെസ്സിയെക്കാളും 15-16 വയസ്സ് ഇളയ ആളാണ്. പക്ഷേ ഓടി തോൽപ്പിച്ച് പോയിട്ട് ബോൾ കൊടുക്കുന്നു, അത് അസിസ്റ്റ് വരുന്നുണ്ട്, അവിടെ ഗോളും വരുന്നുണ്ട്. അപ്പോൾ എനർജി വെറുതെ വേസ്റ്റ് ആക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കൃത്യമായിട്ട് ശാന്തമായിട്ട് നിന്ന് കിട്ടുന്ന സമയത്ത് ഞൊടിയിടയിൽ കയറിപ്പോയി അടിക്കുക എന്ന് പറയുന്ന വലിയ ക്വാളിറ്റിയാണ്. അത് ഹാളണ്ടിന് ആവോളം. തീർച്ചയായിട്ടും. പിന്നെ ഒരൊറ്റ കാര്യം കൂടി, അദ്ദേഹം ഈ ഓരോ 14 ടച്ചിലും അദ്ദേഹത്തിൻ്റെ ഗോളാണ്. ഓരോ ടച്ചിലും ഗോള് വരുന്നു എന്നുള്ളത് അതിലേക്ക്. അപ്പം അത്രമാത്രം ബോള് അദ്ദേഹത്തിൻ്റെ ആക്യുറസി നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു 86 വേൾഡ് കപ്പിൽ ഗാരി ലിനേക്കറിന് ശേഷം ഏറ്റവും ഗംഭീരമായ ഗോൾ ആക്യുറസി ഉള്ള പ്ലെയറാണ് ഹാളണ്ട് എന്ന് പറയുന്നത്. തീർച്ചയായും ഇപ്പൊ ഹാലൻഡിലേക്ക് വരുമ്പോൾ, മെസ്സിയിലേക്ക് വരുമ്പോൾ എല്ലാ ഈ പ്രധാനപ്പെട്ട കളിക്കാർ അവർ എനർജി വേസ്റ്റ് ചെയ്യുക. അതൊരു സ്ട്രൈക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നും അതാണ്. കാരണം സ്ട്രൈക്കർ ഈ താഴേക്ക് ഇറങ്ങിയിട്ട് പന്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം കൃത്യമായിട്ടും പന്തെത്തുന്നിടത്തേക്ക് കളിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് കൂടുതൽ പന്തെത്തിക്കുക, ആ പന്തിന്റെ പൊസിഷനിൽ കൃത്യമായി അദ്ദേഹം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു സ്ട്രൈക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ഈ ഫുട്ബോൾ മത്സരം കാണുമ്പോൾ അദ്ദേഹത്തെ അതെ നമ്മൾ കാണുന്നത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ അദ്ദേഹത്തിലേക്ക് പന്തെത്തിക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ എന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. മാത്രമല്ല ഗോൾ ശരാശരി നോക്കുമ്പോഴും കളിച്ച മത്സരത്തെക്കാൾ കൂടുതൽ ഗോളുകൾ നേടുക എന്ന് പറയുമ്പോൾ ലോക ഫുട്ബോളിൽ അതൊരു വലിയൊരു എന്താ പറയുക, ഒരു അപൂർവത തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഹാലൻഡ് നോർവേയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ്.